സിംഗുലർ ആൻഡ് നോൺ സിംഗുലർ മെട്രിക്സസ്. സ്ക്വയർ മെട്രിക്സുകളിൽ രണ്ട് കാറ്റഗറി മെട്രിക്സുകൾ നമുക്ക് പഠിക്കാം. സിംഗുലർ മെട്രിക്സും നോൺ സിംഗുലർ മെട്രിക്സും. ഡിപ്പെൻഡിങ് ഓൺ ദ ഡിറ്റർമിനന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ട് ക്ലാസിഫിക്കേഷൻ നമ്മളോട് പറയുന്നത്. എപ്പോഴാണ് ഒരു മെട്രിക്സ് സിംഗുലർ ആവുന്നത്? അതിന്റെ ഡിറ്റർമിനന്റ് 0 ആകുമ്പോൾ. ഒരു മെട്രിക്സ് സിംഗുലർ ആവുന്നത് എപ്പോഴാണ്? അതിന്റെ ഡിറ്റർമിനന്റ് 0 ആകുമ്പോൾ. നോൺ സിംഗുലർ ആവുന്നത് എപ്പോഴാണ്? ഡിറ്റർമിനന്റ് നോൺ 0 ആകുമ്പോൾ. ഡിറ്റർമിനന്റ് 0 ആണെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ സിംഗുലർ മെട്രിക്സ് എന്ന് പറയും. ഡിറ്റർമിനന്റ് നോൺ 0 ആണെങ്കിൽ ആ മെട്രിക്സ് നോൺ സിംഗുലർ മെട്രിക്സ് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 2 4 8 എന്ന് പറഞ്ഞ മെട്രിക്സ്. ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോക്കൂ, 1 2 4 8. ഇത് എക്സ്പാൻഡ് ചെയ്യാണ്ട് തന്നെ ചെയ്യാൻ അറിയാം നിങ്ങൾക്ക്. എന്നാലും 8 - 8 is 0 അല്ലേ? ദാറ്റ് ഇംപ്ലൈസ് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ നമ്മൾ എന്ത് പറയും? സിംഗുലർ ആണ് എന്ന് പറയും. എ ഈസ് സിംഗുലർ. ഡിറ്റർമിനന്റ് 0 ആയ മെട്രിക്സിനെ നമ്മൾ സിംഗുലർ മെട്രിക്സ് എന്ന് പറയാം. ഇനി ബി എന്ന് പറഞ്ഞ മെട്രിക്സ് നോക്കൂ, 2 3 1 4. ഇതാണ് മെട്രിക്സ്. ഇതിന്റെ ഡിറ്റർമിനന്റ് നോക്കൂ, ഡിറ്റർമിനന്റ് 2 3 1 4. 8 - 3 is 5, which is not equal to 0. Therefore A നോൺ സിംഗുലർ ആണ്. ഡിറ്റർമിനന്റ് 0 അല്ലാത്തതുകൊണ്ട് എ നോൺ സിംഗുലർ ആണെന്നും ഡിറ്റർമിനന്റ് 0 ആയതുകൊണ്ട് എ സിംഗുലർ ആണെന്നും പറയാം. എ അല്ല ബി അല്ലെ? ബി അല്ല ഇവിടെ എഴുതിയത് നമ്മൾ. ബി ഈസ് നോൺ സിംഗുലർ.